നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ലുക്ക് ആരും മൈൻഡ് ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് സുന്ദരനാവാൻ നോക്കിയതാണ്. പക്ഷേ ഞാൻ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിനകത്ത് ജോസായിപ്പോയി, ദിലീപിൻ്റെ ചേട്ടൻ. പൈ എൻ്റെ പുറകെ കിടക്കുന്നത് എൻ്റെ സ്വന്തം ഹാരിയർ EV ഫിയർലെസ് പ്ലസ് 75 ACFC മോഡലാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ, അതായത് ഒരു 2000 കിലോമീറ്റർ ഓടിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകളും ആൻഡ് ഇതിൻ്റെ പോസിറ്റീവ്സ് എല്ലാം കൂടെ കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന വെച്ചു. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മഹീന്ദ്ര B6 അതുപോലെ XEV 9e ആൻഡ് BYD Atto 3 ഈ 3 വണ്ടികളും കമ്പയർ ചെയ്തിട്ട് ആൻഡ് നമ്മൾ ഫുൾ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഹാരിയർ EVയുടെ ഈ ഒരു 75 kW ബാറ്ററി വരുന്ന ഫിയർലെസ് പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻ്റ് എടുത്തത്. ആൻഡ് എന്തുകൊണ്ട് ഫിയർലെസ് പ്ലസ് എടുത്തതെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു വേരിയൻ്റാണിത്. ആൻഡ് അതിൻ്റെ റീസൺ നമുക്ക് വഴിയെ പറയാം. ആൻഡ് ഗ്രേ കളറാണ് എടുത്തിരിക്കുന്നത്, ഡ്യുവൽ ടോൺ വരുന്ന മോഡലാണ് ഇത്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വേരിയൻ്റ് ആണ്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഞാൻ നോക്കി വെച്ചിരുന്ന ഓൾമോസ്റ്റ് ഒരു 95% ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ വണ്ടിയുടെ പവറിനെ പറ്റി പറയാം. 250ഓളം BHP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിയർ വീൽ ഡ്രൈവാണ് ഈ വണ്ടിയിലുള്ളത്. ആൻഡ് റിയർ വീൽ ആയതുകൊണ്ട് തന്നെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ദോഷങ്ങൾ ഞാൻ ലാസ്റ്റിൽ ഒരു സെഗ്മെൻറ്റായിട്ട് കുറച്ച് നെഗറ്റീവ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. ആൻഡ് റിയർ വീൽ ആയതുകൊണ്ട് ദോഷം ഇൻ ദ സെൻസ് ചെറിയൊരു നെഗറ്റീവ് പോലെ പറയാൻ വേണ്ടി നമുക്ക് ഡിക്കി സ്പേസ് ചെറുതായിട്ട് ഒന്ന് പൊങ്ങിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ സ്റ്റെപ്പിനി വരുന്നുണ്ട് 18 ഇഞ്ചിൻ്റെ. വണ്ടിക്കകത്ത് ഇൻബിൽട്ട് വരുന്നത് 19 ഇഞ്ചിൻ്റെ ടയർ തന്നെയാണ്, പക്ഷേ സ്റ്റെപ്പിനി നമുക്ക് 18 കിട്ടുന്നത്. അപ്പോൾ സ്റ്റെപ്പിനിയും അതിന് താഴെ മോട്ടറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഡിക്കി കുറച്ച് കുറഞ്ഞ പോലെ വേണം. 500 ലിറ്റർ ഉണ്ട്, എന്നാലും നോർമൽ ഹാരിയറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡിക്കി കുറച്ച് കുറവാണ്. പവറിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല പവറുണ്ട്. ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ B6 ഓടിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, B6 കാല് കൊടുക്കുന്ന സമയത്ത് ഷട്ടേ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു നേച്ചറാണ് ആ വണ്ടിക്കുള്ളത്. പക്ഷേ ഇതിന് കുറച്ച് ലീനിയറായിട്ട് പവർ ഡെലിവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഷട്ടേ എന്ന് പറഞ്ഞ് കാല് കൊടുത്താലും ഇങ്ങനെ പതുക്കെ ഒന്ന് എഴഞ്ഞിട്ട് പിന്നെ ഒരു 40 കിലോമീറ്റർ സ്പീഡ് കഴിയുമ്പോഴത്തേക്ക് ഷൂ എന്ന് പറഞ്ഞ് പോകുന്ന രീതിയിലാണ്. അറൗണ്ട് ഒരു 9 സെക്കൻഡൊക്കെ എടുക്കും ഇതിന് 100 കിലോമീറ്റർ സ്പീഡ് ഈ ഒരു വേരിയൻ്റ് എടുക്കാൻ. മറ്റേ 6.7 സെക്കൻഡിൽ നമ്മൾ കോഡ് വീൽ ഡ്രൈവ് കിട്ടുന്നുണ്ട്. ഇത് റിയർ വീൽ ആയതുകൊണ്ട് തന്നെ 2 മോട്ടറൊന്നുമില്ല. സോ 250 BHP അകത്തേ ഉള്ളൂ. മറ്റേത് എത്ര 300 സംതിങ് BHP ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് പറയാൻ കാരണം ഇതിന് ടയർ ലൈഫാണ്. ടയർ ലൈഫ് നിങ്ങൾക്ക് അടുത്തോട്ട് വന്ന് ഇപ്പോൾ തന്നെ നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 10,000 കിലോമീറ്റർ ഓടിയ ഒരു ടയറിൻ്റെ അവസ്ഥയാണ് ശരിക്കും ഈ ഒരു ടയറിൻ്റെ ലുക്ക് കണ്ടാൽ തോന്നുക. ശരിക്കും 2100 സംതിങ് കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്കും ടയറിൻ്റെ അവസ്ഥ ഇതായി. അപ്പോൾ ഫ്യൂച്ചറിൽ എത്ര കിലോമീറ്റർ ഈ ടയർ ഓടുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇതിൻ്റെ അവസ്ഥ പൊക്കോണ്ടിരിക്കുന്നത്. ചെറിയ കല്ലും മുള്ളൊക്കെ തട്ടി അവിടെ എവിടെയും ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഇനിയും മെയിനായിട്ട് ഇതിൻ്റെ പറയേണ്ടത്, ഇതിന് ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. ഫിയർലെസ്സിന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അടയ്ക്കണം. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വലിച്ചടച്ചാലേ അടയത്തുള്ളൂ. അടച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ ലൈറ്റ് എത്തും. അടഞ്ഞില്ലേ? അടഞ്ഞു. യെസ്. ആൻഡ് ഇനി ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ റൈഡിങ് കംഫോർട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ സീറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഫുൾ ഡാർക്ക് തീമിലാണ് നമ്മുടെ സീറ്റ് വരുന്നത്. സീറ്റിൻ്റെ കംഫോർട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല പക്ക സാധനമാണ്, നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. ഇരിക്കാനാണെങ്കിലും സെറ്റാണ്. ഫ്രണ്ടിലത്തെ 2 ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്. ഞാൻ ഒറ്റ സ്ട്രെച്ചിന് 1000 കിലോമീറ്റർ കോഴിക്കോട് പാലക്കാട് അങ്ങനെ ട്രിപ്പ് അടിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഞങ്ങൾ 5 പേര് വെച്ചായപ്പോൾ ഈ 5 പേരും ഒരുപോലെ പറഞ്ഞത് ഇതിൻ്റെ കംഫോർട്ടാണ്, നല്ല അടിപൊളി സീറ്റാണ്. വലിയ കുലുക്കമൊന്നും അറിയത്തില്ല, കാരണം ഇതിനകത്ത് കിടക്കുന്നത് 19 ഇഞ്ചിൻ്റെ ടയറാണ്. അതുകൊണ്ട് തന്നെ വലിയ ചെറിയ കട്ടറി കൂടെ ഒന്നും പോയാൽ വലിയ സീനില്ല. ആൻഡ് ഹമ്പ് ആടുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല കുഴി വീഴുമ്പോഴാണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ആണെങ്കിലും ഒന്നിനൊന്നിനും മെച്ചമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് അന്ന് യാത്ര ചെയ്തവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, 2000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വരുന്നത്. സെക്കൻഡ് സർവീസ് വരുന്നത് 7500 കിലോമീറ്ററിലാണ്. ആൻഡ് ഫസ്റ്റ് സർവീസ് ചെയ്തു 120 രൂപയാണ് ഫസ്റ്റ് സർവീസിനായത്. ഇതിനാകെ അവർ ചെയ്തേക്കുന്നത് ജസ്റ്റ് ചെക്കപ്പ്, ബേസിക് ചെക്കപ്പ്. ആൻഡ് ഞാൻ കുറച്ച് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. സ്പീക്കർ ഇടയ്ക്ക് ചില സമയത്ത് ചെറിയ ബഗ് പോലെ ഇടയ്ക്ക് വർക്കാവാതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് കിട്ടാതിരിക്കുക. ആൻഡ് JBLൻ്റെ ആണ് സ്പീക്കർ വരുന്നത്, 10 സ്പീക്കർ വരുന്നുണ്ട്. അതിൽ സബ് വൂഫറിന് ചില സമയത്ത് ഒരു പറവറപ്പ് ഫീൽ ഉണ്ടായിരുന്നു. അത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സർവീസിൽ എന്തോ ചെയ്ത് എനിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് മാറിക്കാണും. ആൻഡ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 5 അപ്ഡേറ്റുകളാണ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അതൊരു ദിവസം ഫുൾ ഷോറൂമിൽ വണ്ടി കിടക്കേണ്ടി വന്നു. എന്നിട്ടാണ് വണ്ടി കിട്ടിയത്. എനിക്ക് തോന്നുന്നു കുറേ അധികം ക്ലസ്റ്ററിന് എന്തൊക്കെയോ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതൊരു ദിവസം പോയി, പിന്നെ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പോയി. ഈ 2 ദിവസം നമ്മൾ ഷോറൂമിലായിരുന്നു വണ്ടി, ഒരു ദിവസം ഫുള്ള്. ഈ 120 രൂപയ്ക്ക് എന്തോ ചെയ്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു വിൻഷീൽഡ് അവർ തന്നു, അത് മാത്രമേ ഉള്ളൂ ബേസിക്കലി. പിന്നെ വാഷ് ചെയ്ത് തന്നു,
വേറെ സംഭവങ്ങളൊന്നും സർവീസിൻ്റെ ഭാഗത്തുനിന്നും ഒന്നുമില്ലായിരുന്നു. ഇനിയും 7500 കിലോമീറ്ററിൽ സെക്കൻഡ് സർവീസ്, 14,000 കിലോമീറ്ററിൽ തേർഡ് സർവീസ്, ഇത് മൂന്നുമാണ് ഫ്രീ സർവീസ് ആയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് പെയ്ഡാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ റിവ്യൂ എടുക്കാം. ഗൈസ്, ഇതിനകത്ത് ടാറ്റയുടെ ഒരു ബ്രില്യൻസ് ഞാൻ കാണിച്ചു തരാം. ടാറ്റ ഇതുവരെ സാധാരണ എക്സ്ട്രാ പൈസയ്ക്കാണ് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ EV വന്നപ്പോഴത്തേക്ക് EV വന്നപ്പോഴത്തേക്ക് വണ്ടിയുടെ ബാറ്ററി ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി അവർ ഫുഡ് സ്റ്റെപ്പ് ഇൻബിൽട്ടായിട്ട് തന്നു. ഇതിൻ്റെ അടിയിലാണ് ബാറ്ററി ഉള്ളത്. സോ അത് താന്ന് നിൽക്കുന്ന കാണിക്കാതിരിക്കാൻ വേണ്ടി നല്ലൊരു കിടലിന് ഫുഡ് സ്റ്റെപ്പ് വന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലുക്ക് ഒന്ന് മാറി. നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഫുഡ് സ്റ്റെപ്പ് മേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കിടലും ബ്രില്യൻസ് ആണ്. ആൻഡ് വണ്ടിയുടെ ബാക്കിൽ നിന്ന് നിങ്ങളിപ്പോൾ ബീറോൾ കാണുന്നുണ്ടായിരിക്കും, വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല ലിഫ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. നോർമൽ ഹാരിയറിനെക്കാട്ടും നല്ല ഹൈറ്റ് ഈ ഒരു EVക്ക് ഉള്ളതായിട്ട് തോന്നി. ആൻഡ് ബാക്കിൽ നോക്കുമ്പോൾ അത് ചെറിയ രീതിയിലൊരു വൃത്തികേടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് ഭയങ്കര ആക്സിൽ, ലോറിയുടെ കൂട്ടൊക്കെ ഇങ്ങനെ ആക്സിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ബാക്കിലെ റിയർ ആക്സിൽ. ആൻഡ് അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടും ഓഫ് കോഴ്സ്. ആൻഡ് അത് സസ്പെൻഷനൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കും. ബാക്കിൽ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിയർ വീല് മോട്ടർ കാണാൻ സാധിക്കും. ആൻഡ് ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു നെഗറ്റീവ് എന്താ സെൻസ് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഓടിച്ചൽ എക്സ്പീരിയൻസിൽ ഇതിൻ്റെ റിവേഴ്സ് നല്ല ട്യൂൺഡായിട്ടുള്ള ഒരു റിവേഴ്സ് സിസ്റ്റം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു റോഡിൽ നിന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് റിവേഴ്സ് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചുമ്മാ ഒന്ന് കാല് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി ഹൂന്ന് പറഞ്ഞിങ്ങനെ പുറകോട്ട് വലിച്ച് പോകുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ റിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു അടുത്ത വണ്ടി വരുമ്പോൾ ഇത് കവർ ആയി കംപ്ലൈൻറ്റ് പറയും. കാരണം റിവേഴ്സ് ഭയങ്കര പവറാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ റിവേഴ്സ് വണ്ടി പോകും. അപ്പം എനിക്ക് 2-3 വട്ടം അങ്ങനെ ഒരു അനുഭവം പറ്റി. ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി ഒരഞ്ഞ് നിൽക്കുന്ന രീതിയിൽ റിവേഴ്സ് പോകും. അപ്പോൾ ആ ഒരു ടോർക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫ്രണ്ടിലോട്ട് എത്ര ടോർക്ക് ഉണ്ടോ അതുപോലെ ടോർക്ക് റിവേഴ്സിൻ്റെ ഗിയറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നവർ, ഈ വണ്ടി എടുക്കുന്നവർ സൂക്ഷിക്കുക. റിവേഴ്സ് അതനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കുക. ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ നെഗറ്റീവാണ് ഈ വണ്ടിയുടെ. അകത്തോട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെ ബാക്കി പരിപാടികളുള്ളത്. എനിക്കിഷ്ടപ്പെട്ട 2-3 ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനകത്ത് 12.3 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീനിനെ പറ്റി ആദ്യം നമുക്ക് പറയാം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സാധനത്തിലുണ്ട്. ഞാനത് ഗെയിം സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തു, പക്ഷേ വലിയ ഗുണമൊന്നുമില്ല. ഈ ഡ്രൈവ് പേ എന്ന് പറഞ്ഞ സാധനം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. JBL മോഡ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവററ്റ് ആണ്. ആൻഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എൻ്റെ പേഴ്സണൽ ഫേവററ്റ്. ഇവിടെ ലൈക്കൊക്കെ അടിച്ച് വെക്കാൻ പറ്റും. ഇവിടെ കണ്ട ലൈക്ക് അടിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആപ്പിൾ കാർപ്ലേ ആണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ആൻഡ് arcade.ev എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടും. യൂട്യൂബും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനെ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും ചാർജ് ചെയ്യുന്ന സമയത്ത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. നെറ്റിനെയും വേറെ അതിന് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഏരിയയെ പറ്റിയാണ്. അത് ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ഇംപ്രഷനിലും പറഞ്ഞിരുന്നു. ഈ ഒരു ഏരിയ ഫുൾ സ്ക്രാച്ച് ആവാനുള്ള ടെൻഡൻസി വളരെ വളരെ കൂടുതലാണ്. ആൻഡ് ഇവിടെ വൈറ്റ് കളറിലുള്ള സംഭവമാണ് ഇവർ തന്നിരിക്കുന്നത്. എന്തിനാണ് ആ വൈറ്റ് കളർ ഇവിടെ തന്നിരിക്കുന്നത് എനിക്കറിയില്ല. ആൻഡ് ഇവിടുത്തെ സ്റ്റിച്ചിങ് ആണെങ്കിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു AC പാനലാണെങ്കിലും ഫുൾ സ്ക്രാച്ച് ആവാനുള്ള ടെൻഡൻസി വളരെ വളരെ കൂടുതലാണ്. ഇത് എന്തിനാണ് ഇവിടെ എനിക്കൊരു നെഗറ്റീവ് തോന്നി. AC ടെമ്പറേച്ചർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് 360 ക്യാമറ ഓൺ ആവുക, അങ്ങനെ സംഭവങ്ങളുണ്ട്. ഭയങ്കര റെസ്പോൺസ് ഇതിനകത്ത് കൂടുതലുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതനുസരിച്ചുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്യുവൽ സോൺ AC ആണ് വരുന്നത്. തണുപ്പൊക്കെ നല്ല പക്കയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചറാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കുഞ്ഞു ഗണപതിയൊക്കെ ഉണ്ട് ഗൈസ്, എൻ്റെ ക്യൂട്ട് ഗണപതി. ആൻഡ് ഇവിടെ സറൗണ്ട് സ്പീക്കർ ഉണ്ട്, 10 സ്പീക്കർ ഉണ്ടെന്ന് പറഞ്ഞു. JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല കിടിലൻ സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ ഒരു ഡെമോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അത് നല്ലപോലെ മനസ്സിലാവും. ആൻഡ് വയർലെസ് ചാർജറുണ്ട്. വലിയ സ്പീഡൊന്നുമില്ല. ജസ്റ്റ് ഫോൺ വെക്കാം, ചാർജ് ചെയ്യാം, ഇച്ചിരി ചൂടാക്കാം എന്നുള്ളതല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. ഇതാണ് അവർ 120 രൂപയ്ക്ക് നമുക്ക് തന്ന സാധനം. കണ്ടോ, എൻ്റെ MRP കിടക്കുന്ന 40 രൂപ. എന്തുവാണെന്തോ ഇത് അവിടെ ഒഴിച്ചിട്ട് കഴിവാന്നൊക്കെയാണ് പറയുന്നത്. യെസ്, ഇതാണ് സ്റ്റിയറിംഗ് ആണെങ്കിലും ഈ ഭാഗമൊക്കെ ഇപ്പോഴേ സ്ക്രാച്ചായി തുടങ്ങി ബേസിക്കലി. പക്ഷേ PPF ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഫുൾ സ്ക്രാച്ചാണ്. ഈ കവർ ഊരാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ PPF ചെയ്യാൻ പോവാണ്. PPF ചെയ്തിട്ട് കീറിക്കളയാം എന്നുള്ള രീതിയാണ് ഇരിക്കുന്നത്. ഇതാണ് എനിക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഫുൾ ബ്ലാക്ക് തീം സംഭവമാണ്. ഭയങ്കര രസമാണ്. മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ വണ്ടിയിൽ ഇതുവരെ ആസ് ഓഫ് നൗ. അങ്ങനെ റാറ്റ്ലിംഗ് സൗണ്ടൊക്കെ തുടങ്ങി കേട്ടോ. 2000 കിലോമീറ്റർ, 1500 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ ഇവിടുന്നും ബാക്കിൽ നിന്നൊക്കെ റാറ്റ്ലിംഗ് സൗണ്ട് അവിടെ ഇങ്ങനെ കടന്ന് കുഴി എന്നുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ടിപ്പിക്കൽ ടാറ്റ. 2100 കിലോമീറ്റർ ഓടി. ഇതിൻ്റെ റേഞ്ചാണ് എല്ലാവർക്കും അറിയേണ്ടത്, എനിക്കറിയാം. ഇനി അടുത്തോട്ട് വന്നാൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 75 കിലോവാട്ടാണ് ബാറ്ററി വരുന്നത്. മഹീന്ദ്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4 കിലോവാട്ടിൻ്റെ കുറവുണ്ട് വണ്ടിക്ക്. ആൻഡ് BYDയുടെ ബാറ്ററി ഒന്നുമില്ല, ടാറ്റയുടെ തന്നെ ടിപ്പിക്കൽ അവർ ഉപയോഗിക്കുന്ന ബാറ്ററി ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റിയൽ ലൈഫ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, കമ്പനി പറയുന്നതൊക്കെ മാറ്റി നിർത്തിക്കോട്ടെ, ഞാൻ 6 പേരെ വെച്ച്, അതായത് ഒരു കുട്ടി ഉൾപ്പെടെ 6 പേരെ വെച്ച് ഞങ്ങൾ ലോങ് ട്രിപ്പ് അടിച്ചു. അതിനകത്ത് എനിക്ക് മാക്സിമം കിട്ടിയേക്കുന്നത്, അതായത് സിറ്റി ഡ്രൈവിലും ചില സമയത്ത് സ്പോർട്സ്, ചില സമയത്ത് മാത്രം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം സ്പോർട്സ് ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്
380 അതിൻ്റെ ഉള്ളിലാണ്. അല്ലാതെ നല്ലപോലെ ഓടിച്ചു കഴിഞ്ഞാൽ 430, 440, 450 അകത്ത്, 420, 450 എനിക്ക് കിട്ടിയേക്കുന്നത്. നോർമലി സിറ്റി മോഡും എക്കോ മോഡും ഇട്ട് മാറ്റി മാറ്റി ഓടിച്ചിട്ട് എനിക്ക് 450 മുകളിൽ ഇതുവരെ റേഞ്ച് കിട്ടിയിട്ടില്ല. ഞാൻ ഇനി സിറ്റി ഡ്രൈവിൽ, അതായത് ലോക്കൽ ഓട്ടം മാത്രം, ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ലോങ് ഡ്രൈവ് ആണ്, ലോക്കൽ ഓട്ടം മാത്രം എത്ര നിൽക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാം, ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് ആയിട്ട് തന്നെ. കാരണം ഈ ഒരു ഓടിപ്പിന്, അതായത് ഞാൻ ഹൈവേയിൽ പോയപ്പോൾ ഫുൾ ലോഡായിരുന്നു, ഫുൾ ലഗേജ് ആയിരുന്നു, ആ ഒരു ഓടിപ്പിന് എനിക്ക് കിട്ടിയ റേഞ്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ കുറച്ച് 2 പേരെ വെച്ച് അല്ലെങ്കിൽ 3 പേരെ വെച്ച് മാക്സിമം നിർത്തി അല്ലെങ്കിൽ റീജനറേഷനൊക്കെ യൂസ് ചെയ്തിട്ട് എത്ര റേഞ്ച് ഉണ്ടെന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു റേഞ്ച് ടെസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പോഴേ നിങ്ങൾ നല്ലൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ as of now എനിക്ക് ഇത്രയാണ് ഹാരിയർ EV ഫിയർലെസ് പ്ലസ് 75 കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ആൻഡ് ഇത്രയുള്ള ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന പ്രതീക്ഷയോടെ ബൈ.